ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള ബഹുഭുജങ്ങൾ പോളിഗൺ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ തുടക്കം മുതൽ ബഹുഭുജങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം സമബഹുഭുജങ്ങൾ, റെഗുലർ പോളിഗൺ അവയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമബഹുഭുജങ്ങൾ എന്താണ് പ്രത്യേകത പറഞ്ഞത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ എഴുതിയിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വശങ്ങളും കോണുകളും തുല്യമായിട്ടുള്ള രൂപങ്ങളാണ് സമബഹുഭുജങ്ങൾ അല്ലെങ്കിൽ റെഗുലർ പോളിഗൺസ്. വശങ്ങൾ തുല്യം, കോണുകളും തുല്യം. സൈഡ്സ് ഈക്വൽ ആൻഡ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇവിടെ ഒരു സ്ക്വയർ നൽകിയിട്ടുണ്ട്. ഈ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങളും തുല്യം, എല്ലാതും 4 സെന്റിമീറ്റർ. എത്രയായിരിക്കും ഓരോ ആംഗിളും? 90 ഡിഗ്രി. വശങ്ങളും കോണുകളും തുല്യം. അപ്പോൾ സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ഒരു റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജത്തിന് ഒരു എക്സാമ്പിളാണ്. ഇനി ഇതിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസ്. n വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിൽ n സൈഡ് വിത്ത് റെഗുലർ പോളിഗൺ, ആ റെഗുലർ പോളിഗണിന്റെ അല്ലെങ്കിൽ സമബഹുഭുജത്തിന്റെ അകക്കോണുകൾ, ഓരോ അകക്കോണും ഈച്ച് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 180 ഡിഗ്രി ഇൻറ്റു n-2/n. ഒന്നുകൂടി പറയാം, അകക്കോൺ സമബഹുഭുജം അല്ലെങ്കിൽ റെഗുലർ പോളിഗണിന്റെ ഓരോ അകക്കോണിലെ ഓരോ കോണും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 180 ഡിഗ്രി ഇൻറ്റു n-2/n. ഇനി ഒരു സമബഹുഭുജത്തിന്റെ പുറം കോണുകൾ ഓരോന്നും, ഔട്ടർ ആംഗിൾസ് ഓരോന്നും കണ്ടുപിടിക്കാനുള്ളത് ഈച്ച് ഔട്ടർ ആംഗിൾ സമം 360 ഡിഗ്രി ഇൻറ്റു 1/n. ഈ 2 ഇക്വേഷനുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ എന്ത് ചെയ്യാനുള്ള ചോദ്യങ്ങളും ചെയ്യാനുണ്ട്. ഒപ്പം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ചിത്രങ്ങളും വരയ്ക്കാനുണ്ട്. അതിൽ ആദ്യ ഭാഗത്ത് നമുക്ക് എന്താണ്? ഒരു റെഗുലർ പെൻഡഗൺ വരയ്ക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് എന്ത് ചെയ്യാം? വരച്ചോക്കാം. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു റെഗുലർ പെൻഡഗൺ, പഞ്ചഭുജം, സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെൻഡഗൺ ആണ് വരയ്ക്കാൻ പോകുന്നത്. റെഗുലർ പെൻഡഗൺ വരയ്ക്കുന്ന സമയത്ത് വശങ്ങളും കോണുകളും തുല്യമായിരിക്കണം. വശങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഒരേ അളവിൽ എടുക്കാം, 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഒക്കെ എടുക്കാം. പക്ഷെ നമുക്ക് ഓരോ അകക്കോണും തുല്യമാവണം. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അകക്കോണുകൾ തുല്യമാവണമെങ്കിൽ n-2/n ഇൻറ്റു 180 ഡിഗ്രി. റെഗുലർ പെൻഡഗൺ എത്ര സൈഡ് ഉണ്ട്? 5. 5 - 2/5 ഇൻറ്റു 180 ഡിഗ്രി. 5 ന് 2 പോയാൽ 3/5 ഇൻറ്റു 180 ഡിഗ്രി. 180 ഡിഗ്രി. നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു 180, 180 ഇൻറ്റു 3, 0 ഇൻറ്റു 3 0, 3 ഇൻറ്റു 8 4, 2, 1 ഇൻറ്റു 3 3 + 2 5. 540/5 എന്ന് കിട്ടും. നമുക്ക് ഹരിച്ചു നോക്കാം. 540 ഹരിക്കണം 5, 5 0 8 5 40. അപ്പം നമുക്ക് ഓരോ ആംഗിളും എത്ര വീതമാണ് കിട്ടുക? 108 ഡിഗ്രി വീതമാണ് കിട്ടുക. അപ്പം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് എന്ത് വരയ്ക്കാൻ പോകുന്നത്? റെഗുലർ പെൻഡഗൺ അല്ലെങ്കിൽ സമപഞ്ചഭുജം വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം നമുക്ക് ഈ സൈഡ്സ് ഒക്കെ എന്താവണം? ഈക്വൽ ആവണം. അപ്പം ഞാനിപ്പോൾ സൈഡ്സ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര സെൻറ്റിമീറ്റർ എടുക്കുന്നത്? ഒരു 5 സെൻറ്റിമീറ്റർ എടുത്ത് 5 സെൻറ്റിമീറ്റർ ആണ് വശങ്ങളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. ഇനി ഓരോ ആംഗിളും എത്ര ഡിഗ്രിയാണ്? 108 ഡിഗ്രി വീതം. അപ്പോൾ ആദ്യം സെറ്റ് സ്ക്വയർ വെക്കുക, 108 ഡിഗ്രി മാർക്ക് ചെയ്യുക. 108 ഡിഗ്രി മാർക്ക് ചെയ്തു. രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. എത്ര സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ കോമ്പസിൽ എന്ത് ചെയ്യുക? ഈ അളവളന്ന്
ആർക്ക് മാർക്ക് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെയും അതുപോലെ പ്രൊട്ടാക്ടർ വെച്ച് 108 ഡിഗ്രി എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. 108 ഡിഗ്രി മാർക്ക് ചെയ്യുക. കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ അളന്ന് വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ കറക്റ്റ് എടുത്ത് എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് സ്കെച്ചായിട്ട് കൂട്ടി വരയ്ക്കുന്നുണ്ട്. കൂട്ടി വരച്ചു. ഇനി ഇവിടെ പ്രൊട്ടാക്ടർ വയ്ക്കുക, 108 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി അതൊന്ന് 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒന്ന് ആർക്ക് വരയ്ക്കുക. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി, കൂട്ടി യോജിപ്പിച്ചാൽ മതി. എന്ത് ചെയ്യുക, അളവുകളൊക്കെ എഴുതുക. സെൻറ്റിമീറ്റർ ആണ്, 5 സെൻറ്റിമീറ്റർ. ഓരോ ആംഗിളും 108 ഡിഗ്രി വീതം. 108. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്, വശങ്ങളും കോണുകളും തുല്യമായി വരുന്ന ഒരു സമ പഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇനി നമുക്ക് പേജ് നമ്പർ 77-ലെ 1ാമത്തെ ചോദ്യം നോക്കാം. 1ാമത്തെ ചോദ്യത്തിൽ 2 പാർട്ടാണുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട്, ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് വിത്ത് ആംഗിൾസ് ഡിഫറെൻറ്റ്. വശങ്ങൾക്കെല്ലാം ഒരേ നീളവും കോണുകൾക്ക് ഒരേ വലിപ്പവുമല്ലാത്തതുമായ ഒരു ഷഡ്ഭുജം വരയ്ക്കണം. പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്, വശങ്ങളെല്ലാതും ഒരേ അളവായിരിക്കണം. നിങ്ങൾക്ക് 5 സെൻറ്റിമീറ്റർ എടുക്കാം, 3 സെൻറ്റിമീറ്റർ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്ത് ചെയ്യാണ്, 5 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. അതിലെ കോണുകളൊക്കെ എന്തായിരിക്കണം, വ്യത്യസ്തമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി ചിത്രം വരയ്ക്കാനായിട്ട് നമ്മൾ 3 ബൃഹത് കോണുകൾ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾസ് സെലക്ട് ചെയ്യുക. അതെങ്ങനെയായിരിക്കണം, 90-നേക്കാൾ വലുതായിരിക്കണം. അപ്പം ഞാൻ ആദ്യം 3 ആംഗിൾസ് 100, 140, 110 എന്നീ അളവുകൾ എടുക്കുകയാണ്. അതിനുശേഷം വശങ്ങൾ എന്തായിരിക്കണം, തുല്യമായിരിക്കണം. അപ്പം എനിക്കിഷ്ടമായിട്ട് ഞാനൊരു 5 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് അളവ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പം ഞാൻ കൂടിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, 6 സെൻറ്റിമീറ്റർ ആക്കുന്നുണ്ട്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം, ഓരോ കോണും ഞാൻ 3 ബൃഹത് കോണുകൾ എടുത്തിട്ടുണ്ട്. ആ ബൃഹത് കോണിലെ ഓരോ സൈഡിലും ഈ 3 ആംഗിളുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ 100 ഡിഗ്രി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് കൂട്ടി വരയ്ക്കുകയാണ്. അടുത്തത് ഒരു 140 ഡിഗ്രി എന്ത് ചെയ്യാണ്, കൂട്ടി വരയ്ക്കുകയാണ്. 140 ഡിഗ്രി. ഇനി വശങ്ങളൊക്കെ എത്രയാണ്, 6 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 6 സെൻറ്റിമീറ്റർ 5 എടുത്താൽ മതി. ഞാൻ വരച്ചപ്പോൾ ഒന്ന് കുറച്ച് കൂടിപ്പോയി. പിന്നെ 6 സെൻറ്റിമീറ്റർ ആക്കുകയാണ്. 6 സെൻറ്റിമീറ്റർ ആക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 ആംഗിൾസ് കിട്ടി. ഇനി അടുത്തത് എത്രയാണ് നമുക്ക് വരയ്ക്കാനുള്ളത്, 110 ഡിഗ്രി. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ പ്രൊട്ടാക്ടർ വെച്ച് 110 ഡിഗ്രി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം കോമ്പസിലൊന്ന് അളന്ന് ഒരു ആർക്ക് വരയ്ക്കുക, നീട്ടി വരയ്ക്കുക. ഇനി ആദ്യം നമുക്ക് അളവുകൾ എഴുതാം. 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയാണ്, 110 ഡിഗ്രി. 110 ഡിഗ്രി. ഇനി ഇവിടുത്തെ അളവ് എഴുതിയിട്ടില്ല. ഇവിടെ എത്രയാണ്, 100 ഡിഗ്രി. ഇവിടെ 140 ഡിഗ്രി. ഇത് രണ്ടും ഞാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതിയ അളവുകളാണ്. ഇവിടേക്കൊന്ന് മാറ്റി എഴുതാം. 100, 140, 110. ഇനി നമുക്ക് 1, 2, 3, 4 എത്ര വശങ്ങളായി, 4 വശങ്ങളായി. നമുക്കിനി എത്ര വശങ്ങൾ കൂടി മതി, 2 വശം.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ പോയിന്റ് വെക്കുക, കോമ്പസ് വെച്ച് ഒരു ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുക, ഒപ്പം ഇവിടെ വെച്ച് ഒരു ആർക്ക് ഇങ്ങോട്ടും വരയ്ക്കുക. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ആ പോയിന്റ് രണ്ടും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. അപ്പം നമുക്ക് വശങ്ങൾ തുല്യവും കോണുകൾ വ്യത്യസ്തവുമായിട്ടുള്ള ഒരു ഷഡ്ഭുജം കിട്ടും. നിങ്ങൾക്കിത് കറക്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു 3 ബൃഹത് കോണുകൾ എടുത്തിട്ട് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾ വിത്ത് ഡിഫറെൻറ്റ് സൈഡ്സ്. കോണുകൾക്കെല്ലാം ഒരേ വലിപ്പവും വശങ്ങൾക്കെല്ലാം ഒരേ നീളമല്ലാത്തതുമായ ഒരു ഷഡ്ഭുജം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സമ ഷഡ്ഭുജമാണെങ്കിൽ, റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഓരോ കോണും എത്രയായിരിക്കും, 120 ഡിഗ്രി വീതമാണ് നമ്മൾ വരയ്ക്കുക. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാ കോണുകളും എത്ര ആയിരിക്കണം, 120 ഡിഗ്രി ആയിരിക്കണം. പക്ഷെ വശങ്ങൾ ഏത് വേണമെങ്കിലും ആവാം. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യത്തെ ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈന് ഇഷ്ടമുള്ള ഒരു അളവിൽ, നമുക്ക് എന്തായാൽ മതി, വശങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വര വരയ്ക്കുക. ഇനി 2 സൈഡിലും 120 ഡിഗ്രി വീതം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. 120 90-നേക്കാട്ടും വലുതാണ്, അപ്പം നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ ഇവിടെ 120 ഡിഗ്രി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അളവുകൾ എന്ത് ചെയ്യണമെന്നില്ല, നോക്കണം എന്നില്ല, നിങ്ങൾ വരയ്ക്കുന്നതനുസരിച്ചിരിക്കും വലിപ്പം. ഇനി അപ്പോൾ നമുക്ക് 3 കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബേസിന് പാരലായിട്ട് മുകളിലോട്ട് കുറച്ച് നീട്ടിയിട്ട് ഒരു ലൈൻ എന്ത് ചെയ്യാം, നീട്ടി വരയ്ക്കാം. ഇനി എന്ത് ചെയ്യാം, ഇവിടെ പ്രൊട്ടക്ടർ വെച്ച് 120 ഡിഗ്രി വീണ്ടും മാർക്ക് ചെയ്യുക. രണ്ടും തമ്മിൽ കൂട്ടി വരയ്ക്കുക. ഒപ്പം ഇനി ഇവിടെയും ഒരു പോയിന്റ് വെച്ച് 120 ഡിഗ്രി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. എന്തായി, ഇവിടെ വശങ്ങളൊക്കെ വ്യത്യസ്തമാണ്, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഓരോ കോൺ എത്രയായിരിക്കും, 120 ഡിഗ്രി വീതമായിരിക്കും. പക്ഷേ എന്താണ്, സൈഡുകൾ വ്യത്യാസമാണ്. നിങ്ങൾക്ക് ഈ വരച്ച ചിത്രങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നമുക്ക് ഇനിയും എന്ത് ചെയ്യാനുണ്ട്, ചിത്രങ്ങളും ചോദ്യങ്ങളും ചെയ്യാനുണ്ട്. ഉടൻ തന്നെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ആ ചിത്രങ്ങളൊക്കെ ഇട്ട് വരച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.